നാളെ ദേശീയ പണിമുടക്കാണ് സാധാരണ പോലെ. പക്ഷേ എല്ലാ സർവീസുകളും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് KSRTCക്ക് ഉത്തരവുണ്ട്. ആശുപത്രികൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യാനുസരണം കൂടുതൽ സർവീസ് ക്രമീകരിക്കണം. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ ബന്ധപ്പെടണമെന്നും KSRTC മാനേജ്മെന്റിന് നിർദ്ദേശമുണ്ട്. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്റ്റെഫിൻ, വളരെ നല്ല തീരുമാനം. ആളുകൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ള ഒരു തീരുമാനം. ഇത് കൃത്യമായി നടപ്പിലാക്കപ്പെടുമോ, അതോ ഇതിലെ ജീവനക്കാർ തന്നെ സമരവുമായി മുന്നിട്ടിറങ്ങുമോ? തലത്തിൽ എത്രമാത്രം സാധ്യമാണ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം CATUവും AITUCയും INTUCയും മൂന്ന് സംഘടനകളും പ്രബലമായ സംഘടനകളാണ് KSRTCയെ സംബന്ധിച്ചിടത്തോളം. അതിൽ CATUവിന്റെ ഒരുപാട് അംഗങ്ങളുണ്ട്. ഏറ്റവും വലിയ സംഘടന CATUവിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ BMS മാത്രമാണ് ഇപ്പോൾ ഈ ദേശീയ പണിമുടക്കിന് എതിരെ നിൽക്കുന്നത്. KSRTCയിൽ ഔദ്യോഗികമായ അത്തരത്തിലുള്ള വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ തൊഴിലാളികൾ വരണം, ജോലി ചെയ്യണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ TDFും അതോടൊപ്പം തന്നെ CATUവും AITUCയും എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ എത്രമാത്രം ജീവനക്കാരെ കൊണ്ടുവന്ന് ഈ സർവീസ് നടത്താൻ കഴിയുമെന്നൊരു പ്രതിസന്ധി ഉണ്ട്. അതോടൊപ്പം തന്നെ താൽക്കാലികമായി ബദലി ജീവനക്കാരെ അടക്കം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ചും പല യൂണിറ്റുകളിലും. കാരണം ആവശ്യമായ സർവീസുകൾ നടക്കേണ്ടതുണ്ട്, ദീർഘദൂര സർവീസുകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഒരു തീരുമാനത്തിലേക്കും KSRTC ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. കൃത്യമായൊരു നിർദ്ദേശം മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഇന്ന് ഉത്തരവായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആശുപത്രി, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, ഇതിനെല്ലാം തന്നെ ബന്ധിപ്പിക്കുന്ന സർവീസുകൾ വേണം, ദീർഘദൂര സർവീസുകൾ വേണം. ഇന്ന് 12 മണി തൊട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാലോ, അല്ലെങ്കിൽ വഴി തടയുകയോ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലീസിനെ കൃത്യമായി വിവരം അറിയിക്കുക, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി പോലീസിനെ വിവരം അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഉത്തരവിന്റെ ഭാഗമായി വരുന്നുണ്ട്.